നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഉറപ്പായിട്ടും ഈ ഒരു കടല മസാല തയ്യാറാക്കി നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ചേരുവകളൊക്കെ ഒന്ന് കണ്ട് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കടല ഒന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പിടി ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിട്ടത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ കുറച്ച് മാത്രം ബാലൻസ് ഇരുന്നതിനെ കൊണ്ട് ഇട്ട് കൊടുത്തതാണ്. ഇടണമെന്ന് അങ്ങനെ നിർബന്ധമോ അങ്ങനെ ഒന്നും ഇല്ലേ. പിന്നെ ഈ ഒരു കുക്കറിൽ നമ്മൾ കടല വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ലേശം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇത്തിരി ഒന്ന് മഞ്ഞയൊക്കെ പിടിച്ച് കിട്ടാനും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പുനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പൊടി ഇട്ട് കൊടുത്താലും മതി, എങ്ങനെ വേണമെങ്കിലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുക്കറിൻ്റെ അടപ്പിൽ നമ്മൾ ഒരു 2-3 തുള്ളി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ നേരത്തെ ഒത്തിരി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതുമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാമ്പാറോ കടലക്കറി ഗ്രീൻ പീസ് എന്തെങ്കിലും കറികളൊക്കെ വെക്കുന്ന സമയത്ത് ഫിസിലടിക്കുന്ന സമയത്ത് അതിൻ്റെ അടപ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ പതഞ്ഞ് വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുന്നത്. അപ്പോഴെന്തായാലും ഈ ഒരു കാര്യം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കി നേരത്തെയുള്ള വീഡിയോയിലൊക്കെ വന്ന് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവർക്ക് എന്തായാലും അറിയുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാനും പറഞ്ഞു തരും. പിന്നെ ഈ ഒരു കടല ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 6-7 വിസിൽ വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ടുള്ളത്. അപ്പോഴാദ്യം ഞാനൊന്ന് തീ കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് ഞാൻ ഇതിൻ്റെ ഈ ഒരു വിസിൽ കേൾക്കുന്ന സമയത്ത് ലേശം ഒന്ന് കുറച്ചും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വിസിലടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. നമ്മളെ കുക്കറിൻ്റെ അടപ്പിൽ ഒരു തുള്ളി പോലും മഞ്ഞൾ ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ മഞ്ഞൾ സാധാരണ ഇങ്ങനെ വരാനായിട്ടുള്ളതാണ്. അപ്പോഴും നമ്മൾ എങ്ങനെയാണോ വെച്ച് കൊടുത്താൽ അതേമാതിരി തന്നെ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മൾ കടല വെച്ചിട്ട് കുറച്ച് മഞ്ഞളല്ലേ ഇട്ടോളൂ, ഇതിലിപ്പോൾ എങ്ങനെയാണ് വരണമെന്ന്. അപ്പം ഞാനിപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ വേറെ എന്തെങ്കിലും കറികൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ നമ്മൾ ചേരുവ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, മഞ്ഞൾ മാത്രമല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോഴും നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കടലയും ഗ്രീൻ പീസും ഒക്കെ ഒരേ അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഹാപ്പിയായി. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ. നമ്മൾ ഹാപ്പി ഇവിടെ കിടന്ന് നല്ല ബഹളം വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ ഇതിൽ വോയിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കല്ലാതെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമുക്കങ്ങനെ ഒന്നും പിന്നെ കൂടെ നമുക്കതിൻ്റെ ആ ഒരു വോയിസ് കൊടുത്ത് പോകാനായിട്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അപ്പോഴും നമ്മൾ നേരത്തെ തന്നെ കടല വേവിച്ച് അതിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനി മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടി വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടാണ് കടുകിട്ട് കറിവേപ്പില ഇട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്ത് അത് തോലോട് കൂടി തന്നെ ചതച്ച് വേണം ചേർത്ത് കൊടുക്കാനും. 2 പച്ചമുളക് എടുത്ത് അതിനെ ഒന്ന് തീരെ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് കൊടുത്ത് 2 വറ്റൽമുളക് അതും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ച ചവർപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു നടുക്ക് ഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ വന്ന് നിൽക്കുമല്ലോ, ആ ഒരു സമയത്ത് കുറച്ചും കൂടെ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ എരിവില്ലാത്ത മുളക് പൊടി എന്ന് പറയുന്നത് നമ്മൾ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, ഇതിന് വലിയ കളറില്ല. അപ്പോൾ എന്തായാലും കളർ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മുളക് മേടിച്ച സമയത്ത് അത്ര നല്ല മുളകല്ല നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും 1.5 സ്പൂണ് മുളകും 1/2 സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് പെരിഞ്ചീരകം ചതച്ച് അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് പെരിഞ്ചീരകം ചതച്ച് തന്നെ നാടൻ രീതിയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കണേ. പിന്നെ സവോള ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു സവോളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തീരെ കനം കുറച്ച് ചെറുതായിട്ട് വേണം കട്ട് ചെയ്തിടാനും. പിന്നെ വെളിച്ചെണ്ണ കുറച്ചും കൂടെ ഒരു ലേശം ഒരു 1/2 സ്പൂണോ അല്ലെങ്കിൽ 1 സ്പൂണ് വെളിച്ചെണ്ണ അതും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. സവോള നല്ലതുപോലെ വഴറ്റിയെടുക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. ആദ്യത്തെ മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയതിന് ശേഷമേ നമ്മൾ സവോള ഇട്ട് കൊടുക്കാവൂ. പിന്നെ മസാലയിൽ നമ്മൾ ഉപ്പ് നീര് കുറച്ചിട്ട് കൊടുത്ത് നേരത്തെ കടല വേവിക്കാനായിട്ട് വെച്ച സമയത്ത് നമ്മൾ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേവിച്ച് വെച്ചിരുന്ന കടലയും ഗ്രീൻ പീസ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അത് കുറച്ച് വെറുതെ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വെള്ളത്തിൻ്റെ ഈർപ്പം അങ്ങനെ ഒന്നും വരല്, കുഴഞ്ഞു പോവരുത്. അപ്പോഴെന്തായാലും നമ്മളെ കടല മസാല നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പുട്ടൊക്കെ അവിക്കുമല്ലോ, ഇപ്പോൾ അരിപ്പൊടി വെച്ചിട്ടൊക്കെ നമ്മൾ പുട്ട് അവിച്ച് എടുക്കുവാണെങ്കിൽ ആ ഒരു പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ വൈകുന്നേരം ഒരു ചായയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കട്ടനൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ നമുക്കിങ്ങനെ കോരി കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ടേസ്റ്റായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. വെറുതെ ഇങ്ങനെ പറക്കി കഴിക്കാമല്ലോ, പയറൊക്കെ അവിച്ചിട്ടൊക്കെ നമ്മൾ അങ്ങനെ കഴിക്കുമല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ പിന്നെ ഇതിൽ നമ്മൾ മസാല ചേർക്കുമ്പോഴാണ് അതൊരു വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോവല്ലേ.